Good morning, dear students. Hope you all are safe and keeping well. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് പാർട്ടായിരുന്നു, ഇൻകം ടാക്സിൻ്റെ പാർട്ട്. അപ്പോൾ ആ ഭാഗം അവസാനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജി എസ് ടിയുടെ ഭാഗമാണ്. ജി എസ് ടിയുടെ ഒരു ചാപ്റ്റർ നമ്മൾ മൊഡ്യൂൾ 3 ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂണിറ്റ് 2 പോവാം. ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് അണ്ടർ ജി എസ് ടി, അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൈകി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി പെട്ടെന്ന് പോവാം. പരീക്ഷയൊക്കെ ഡിക്ലെയർ ചെയ്തു. 15-ാം തീയതി പരീക്ഷ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളിനി പ്രധാനമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് ആണ് അണ്ടർ ജി എസ് ടി. എങ്ങനെയാണ് ജി എസ് ടിയിൽ ടാക്സ് ലെവി ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്നത്, അതിൻ്റെ ഒരു മെക്കാനിസമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഈ ജി എസ് ടി എന്ന് പറയുമ്പോൾ എസ് ജി എസ് ടി, ജി എസ് ടി, യു ടി ജി എസ് ടി, ഇതൊക്കെ എങ്ങനെയാണ് ലെവി ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്നത്, അതിൻ്റെ റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ്, പിന്നെ ജി എസ് ടി പേയ്മെൻറ്റ് പ്രോസസ്സാണ്, പിന്നെ ഇ ഒ സി, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ വരുന്നുണ്ട്. അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരീക്ഷയ്ക്ക് ഇതിലെ പല കാര്യങ്ങളും മുൻപേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തെ എക്സാമിലൊക്കെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ജി എസ് ടി ഈസ് ലെവീഡ് ഓൺ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത് എക്സെപ്റ്റ് ഓൺ ദ സ്പെസിഫൈഡ് ഗുഡ്സ്. അതായത് സർക്കാർ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ചില ഗുഡ്സുകളുണ്ട്, അതൊഴികെ ബാക്കിയുള്ള എല്ലാ സാധന സേവനങ്ങളുടെ മുകളിലും ജി എസ് ടി ചുമത്തപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഈ സ്പെസിഫൈഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, ആൽക്കഹോളിക് ലിക്വർ, അതുപോലെ തന്നെ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടുള്ള ആൽക്കഹോളിക് ലിക്വർ, പിന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള പെട്രോളിയം പ്രോഡക്ട്സ്, അതുപോലെ ടൊബാക്കോ ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷനിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇവയൊക്കെയാണ് സ്പെസിഫൈഡ് ഗുഡ്സ് അല്ലെങ്കിൽ എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സ്. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഉണ്ടായിരുന്നു, ഏതൊക്കെയാണ് എക്സെപ്റ്റഡ് ഗുഡ്സിന് എക്സാമ്പിളൊക്കെ ചോദിച്ചുകൊണ്ട്. ഇപ്പോൾ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ജി എസ് ടി പരിധിക്കുള്ളിൽ കൊണ്ടുവരിക എന്നുള്ള തീരുമാനം ഗവൺമെന്റ് ഭാഗത്ത് കേൾക്കുന്നു. എത്രത്തോളം നടപ്പിലാകുന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മാർഗമാണ്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 40%-നകത്തല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, അണ്ടർ ദി ഓൾഡ് റിജൈം ടാക്സബിൾ ഈവന്റ് ഫോർ വേരിയസ് ടാക്സസ് വർ ഡിഫറെന്റ്. അപ്പോൾ പഴയ ഈ ഒരു കാലത്ത്, അതായത് ഈ ജി എസ് ടിയുടെ മുൻപുള്ള കാലഘട്ടത്തിൽ ടാക്സബിൾ ഈവന്റ് ആയിട്ട് വന്നിരുന്നത് പല കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ വാറ്റ്, അതുപോലെ സെയിൽ ഓഫ് ഗുഡ്സ്, ഇതൊക്കെയായിരുന്നു ഒരു ടാക്സബിൾ ഈവന്റ് എന്ന നിലക്ക് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഈ ജി എസ് ടിയുടെ കേസിൽ നമ്മൾ സപ്ലൈ എന്നൊരു കാര്യമാണ്, ഒരു ഈവന്റ് ആണ്. സപ്ലൈ ആണ് ടാക്സബിൾ ഈവന്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. നമുക്കിനി 3ാമത്തെ യൂണിറ്റ് വരുന്നുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ദാറ്റ് ഈസ് ടാക്സ് വുഡ് ബി പേബിൾ ഓൺ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് പേബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നതാണ് ഒരു ഈവന്റ്, അതാണ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ. ഒരു ഡുവൽ ജി എസ് ടി മോഡലാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ടും ഒരേ സമയം ഒരു പൊതുവായ ബേസ് വെച്ചുകൊണ്ട് ടാക്സ് ചുമത്തപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യയിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ് എന്നൊരു ഭാഗമാണ്. ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ്, അതായത് സെക്ഷൻ 8 ഓഫ് ജി എസ് ടി കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട് 2017. അപ്പോൾ ഈ ആക്ട് പ്രകാരം ദിസ് ആക്ട് ഈസ് ദ ബേസിസ് ഫോർ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് സെസ്. കാരണം അത് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന വരുമാന നഷ്ടം മറ്റും പരിഹരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട്, അതായത് ജി എസ് ടി നടപ്പിലാക്കുമ്പോൾ അവർക്ക് വരുന്ന വരുമാന നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെസ് ചുമത്താം എന്നുള്ളതാണ്. ഓക്കെ, Cess is levied on such intra-state and interstate supplies of goods or services or both. അപ്പോൾ സെസ് ചുമത്തപ്പെടുന്ന ഇതിന്റെ പുറത്താണ് ജി എസ് ടി ഇൻട്രാ-സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്റർ-സ്റ്റേറ്റ് സപ്ലൈ. അത് ഇൻട്രാ-സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിനകത്ത് തന്നെ വരുന്നതാണ്. ഇന്റർ-സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ സപ്ലയർ ഓഫ് ഗുഡ്സും സപ്ലൈയുടെ ലൊക്കേഷനും ഒരു സ്റ്റേറ്റിൽ വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയാം. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ അത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാവാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറിയും തമ്മിലാവാം. അങ്ങനെയൊക്കെ വരുന്നതിനാണ് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് പറയാതെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിൽ മനസ്സിലാക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇൻട്രാ സ്റ്റേറ്റ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈകളുടെ പുറത്താണ് ഈ സെസ് ചുമത്തപ്പെടുന്നത്.
ഇനി നെക്സ്റ്റ് വരുന്നത് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് CGST, SGST, IGST, UTGST. Section 9 is the charging section in respect of supply of goods and services under GST. അപ്പോൾ സെക്ഷൻ 9 ആണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി സെക്ഷൻ 9 റൂൾ 1 പ്രകാരം CGST, SGST, UTGST ഇത് ഈ പറയപ്പെട്ട റേറ്റുകളെല്ലാം തന്നെ ഷാൾ ബി ലെവിഡ് ഓൺ ഓൾ ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈസ്. ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈയുടെ പുറത്താണ് ചുമത്തുന്നത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വൺ വേർഡൊക്കെ ആയിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈസിൽ ചുമത്തപ്പെടുന്നത് ഏതൊക്കെയായിരിക്കും? CGST, SGST, UTGST. ആൻഡ് ഷാൾ ബി കളക്റ്റഡ് ആൻഡ് പെയ്ഡ് ബൈ ദ ടാക്സബിൾ പേഴ്സൺ. ആ ടാക്സബിൾ പേഴ്സൺ ആണ് കളക്ട് ചെയ്യുകയും പേ ചെയ്യുകയും ചെയ്യുന്നത് ആസ് പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, അത് ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ ഒഴികെ എന്ന് പറയുന്നത്, കാരണം അതിന്റെ പുറത്ത് സംസ്ഥാനത്തിന്റെ മറ്റ് GST ബാധകമല്ല. ഓക്കെ, അതത് സംസ്ഥാനങ്ങളാണ്, അവരുടെ റേറ്റാണ് അതിന്റെ പുറത്ത് വരുന്നത്. പിന്നെ സിമിലർലി IGST ഷാൾ ബി ലെവിഡ് ഓൺ ഓൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ്. IGST വരുന്നത് എവിടെയാണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള. പക്ഷെ രണ്ട് സ്റ്റേറ്റ് മാത്രമല്ല, അല്ലാതെ കേസും വരും, നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അത് അവിടെ തന്നെ ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ അതിൽ നിന്ന് ഒഴിവാണ്. ഓക്കെ, മനുഷ്യർക്ക് കുടിക്കാനുള്ള കള്ള് ആൽക്കഹോളിക് ലിക്വർ അതിൽ നിന്ന് ഒഴിവാണെന്ന് അർത്ഥം. പിന്നെ ഉള്ളത് however IGST on goods imported into India shall be levied and collected in accordance with the provisions of Customs Tariff Act 1975 and Customs Act 1962. ഇങ്ങനെയാണെങ്കിൽ പോലും IGST ഇമ്പോർട്ട് ചെയ്യുന്നത്, അതായത് സാധനങ്ങൾ മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന IGST ലെവി ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്നത് എന്തനുസരിച്ചുകൊണ്ടാണ്? കസ്റ്റംസ് താരിഫ് ആക്ട് 1975 കസ്റ്റംസ് ആക്ട് 1962 അതിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് കൊണ്ടാണ് എന്ത് കളക്ട് ചെയ്യുകയും ലെവി ചെയ്യുകയും ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മുകളിലുള്ള ടാക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ GST ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, പിന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ലെവി ഓഫ് ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഈസ് ഇൻ 3 പാർട്സ്. അപ്പൊ ഇത് 3 പാർട്സിലാണ് ഇതിന്റെ ലെവി ഓഫ് ടാക്സ് വരുന്നത്. ഒന്ന്, സപ്ലയറുടെ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സപ്ലയർ. സപ്ലൈയുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ സപ്ലയറുടെ അടുത്ത് നിന്ന് നമ്മൾ ലെവി ചെയ്യുന്നു, സപ്ലയറുടെ മുകളിൽ ലെവി ചെയ്യും. രണ്ടാമത്തത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് റെസിപ്പിയന്റ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. അതായത് ഈ ഗുഡ്സ് റെസിപ്പിയന്റ് വരുമല്ലോ, സപ്ലയർ ഉണ്ടാവും, ഒരു റെസിപ്പിയന്റ് ഉണ്ടാവും. ഒന്ന് സപ്ലയർ ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. രണ്ടാമത്തത് ചില കേസുകളിൽ, അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് മനസ്സിലാക്കാൻ എന്താന്ന് പിന്നീട്. ആ സാഹചര്യത്തിൽ ആരാണോ റിസീവ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പുറത്താണ് ടാക്സ് ലെവി ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ കേസ് വരുന്നത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്, ECO, കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പൊ ഈ ഒരു 3 രീതിയിലാണ് ഈ ടാക്സ് സപ്ലൈയുടെ ഗുഡ്സിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ പുറത്തുള്ള സപ്ലൈയുടെ മേലിൽ ടാക്സ് ലെവി ചെയ്യുന്നത്. ഇനി ഇതിന്റെ റേറ്റ്സ് ആണ്. റേറ്റ്സ് ഓഫ് CGST, IGST, SGST, UTGST ആർ ദ റേറ്റ്സ് നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ GST കൗൺസിൽ. GST കൗൺസിൽ ഉണ്ട് നമുക്ക്, അവരാണ് അതിന്റെ അപെക്സ് അതോറിറ്റി. അപ്പോൾ അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം നോട്ടിഫൈ ചെയ്യുന്ന, ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന റേറ്റുകളാണ്. ആ റേറ്റ്സ് ഏതൊക്കെയാണ്? 5%, 12%, 18% ആൻഡ് 28%. ഈ 4 റേറ്റുകളാണ് നിലവിൽ അറ്റ് പ്രസന്റ് നിലവിലുള്ളത്. ഓക്കെ, പിന്നെ IGST വിൽ ബി അപ്രോക്സിമേറ്റ്ലി ദ സം ടോട്ടൽ ഓഫ് CGST ആൻഡ് SGST. ഈ IGST എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു രീതിയാണത്. IGST അത് അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? CGST-യുടെയും SGST അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി GST അതിന്റെ എല്ലാം ഒരു ആകെ തുകയായിരിക്കും IGST എന്ന് പറയുന്നത്. ഒരു സിംഗിൾ റേറ്റ് ആണല്ലോ. അത് മാക്സിമം റേറ്റ് CGST-യുടെ കേസിൽ 20%ഉം ഈ IGST-യുടെ കേസിൽ 40%ഉം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ റേറ്റുകൾ. ആ റേറ്റുകൾ മനസ്സിലാക്കി വെക്കുക. 5% to 28% വേരി ചെയ്യും. പല വസ്തുക്കൾക്കും പല റേറ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനെപ്പറ്റി ചോദിച്ചേക്കാം. വാട്ട് യു മീൻ ബൈ റിവേഴ്സ് ചാർജ് മെക്കാനിസം? അപ്പോൾ ഇറ്റ്സ് എ മെക്കാനിസം where the recipient of the goods and services is liable to pay GST instead of supplier. Normally നമുക്കറിയാം GST കൊടുക്കാനുള്ള ബാധ്യത ആർക്കായിരിക്കും? സപ്ലയർക്കായിരിക്കും. കാരണം സപ്ലയർ ആണ് GST കളക്ട് ചെയ്യുന്നത്. സപ്ലയർ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന സാധനങ്ങളുടെ പുറത്തുള്ള GST സപ്ലയർ കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് അടക്കുന്ന രീതിയാണ്. അത് നമുക്ക് അതിന്റെ ഒരു ഡയഗ്രാം വരുന്നതോടെ മനസ്സിലാക്കാം.
അപ്പോൾ ഈ കേസിൽ ആരാണോ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് അയാൾക്കായിരിക്കും GST സപ്ലയർക്ക് പുറമെ GST അടക്കാനുള്ള ബാധ്യത ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആൾക്കായിരിക്കും. അത്തരത്തിലുള്ള ഒരു രീതിയാണ് ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം. നോർമലി ഇറ്റ് ഇസ് ദ ലാബിലിറ്റി ഓഫ് ദ സപ്ലയർ ടു പേ GST. നമ്മൾ മനസ്സിലാക്കി സാധാരണ ഇതിൽ GST അടക്കാനുള്ള ലാബിലിറ്റി ആർക്കായിരിക്കും? സപ്ലയർ ആയിരിക്കും. ബട്ട് ഇൻ സർട്ടൈൻ കേസ് ചാർജബിലിറ്റി ഗെറ്റ്സ് റിവേഴ്സ്. ഈ ചാർജബിലിറ്റി റിവേഴ്സ് ആവുന്നു ചില സാഹചര്യത്തിൽ ഫ്രം സപ്ലയർ ടു റെസിപ്പിയന്റ്. സപ്ലയറിൽ നിന്നും റെസിപ്പിയന്റിലേക്ക് അത് റിവേഴ്സ് ആവും. നോർമലി സപ്ലയറാണ് കൊടുക്കേണ്ടത്, പക്ഷെ അത് തിരിഞ്ഞിട്ട് ആരിലേക്ക് വരുന്നു? റെസിപ്പിയന്റിലേക്ക് വരുന്നു. വിച്ച് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ചാർജ്. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ GST ലാബിലിറ്റി വരുന്ന സപ്ലയർക്കായിരിക്കും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്ന ആളിലേക്ക് ടാക്സ് ലാബിലിറ്റി വന്നു ചേരുന്നു. ഈ മെക്കാനിസമാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഇനി അതിൻ്റെ ചില കേസസ് ആണ് താഴെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം. കേസസ് വേർ റിവേഴ്സ് ചാർജ് ഈസ് ആപ്ലിക്കബിൾ. ഈ താഴെ പറയുന്ന സാഹചര്യത്തിൽ എല്ലാം തന്നെ റിവേഴ്സ് ചാർജ് ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. അതായത് റെസിപ്പിയന്റിനായിരിക്കും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അടക്കാനുള്ള ലാബിലിറ്റി വരുന്നത്. അതിൽ വരെ ഒന്ന് സപ്ലൈ ഫ്രം ആൻ അൺരജിസ്റ്റേർഡ് ഡീലർ ടു എ രജിസ്റ്റേർഡ് ഡീലർ. ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലർ രജിസ്റ്റേർഡ് ഡീലറിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ രജിസ്റ്റേർഡ് ഡീലർ ആയിരിക്കും അവിടെ ആര് വരിക? റെസിപ്പിയന്റ് വരുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് ഡീലർക്കാണ് അവിടെ ലാബിലിറ്റി വരാൻ അർത്ഥം. ഇങ്ങനെയാണ് എല്ലാം വരുന്നത്. പിന്നെ സർവീസസ് ത്രൂ ആൻ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ മുഖാന്തരം നടത്തുന്ന സർവീസുകൾക്കെല്ലാം തന്നെ ആ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർക്കാണ് എന്തിനുള്ള ഉത്തരവാദിത്തം വരുന്നത്? ഈ GST അടക്കുന്നതിനുള്ള ഉത്തരവാദിത്തം വരുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ടത് സപ്ലയർ ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ലൊക്കേറ്റഡ് ഇൻ നോൺ ടാക്സബിൾ ടെറിട്ടറി. നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സപ്ലൈസ് ആണ്. ഞാൻ എല്ലാതും വായിക്കുന്നില്ല, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ ടാക്സ് പേബിൾ ബൈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ECO ഓൺ നോട്ടിഫൈഡ് സർവീസസ്. അതായത് ചില നോട്ടിഫൈഡ് ചെയ്തിട്ടുള്ള ചില സർവീസസ് ഉണ്ട്. അത്തരം സർവീസുകൾ ചെയ്യുമ്പോൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർക്കാണ് എന്ത് വരുന്നത്? ആ ടാക്സ് പേബിളിനുള്ള ലാബിലിറ്റി വരുന്നത്. അപ്പോൾ an ECO is liable to pay tax on notified services supplied through it. ഈ ECO വഴി നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള സപ്ലൈസിന് അവർക്കായിരിക്കും ടാക്സ് പേ ചെയ്യാനുള്ള ലാബിലിറ്റി വരിക. ഇനി അതിൽ 2-3 സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഫ് ദി ECO ഈസ് ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. ഈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഒരു ടാക്സബിൾ ടെറിട്ടറിയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആർക്കാണ് ലാബിലിറ്റി വരിക? പേഴ്സൺ ലാബിൾ ടു പേ ടാക്സ് ഈസ് ദി ECO. അപ്പോൾ ECOക്കായിരിക്കും ആ ടാക്സ് ലാബിലിറ്റി വരുന്നത്. ഇഫ് ദ ECO ഡസ് നോട്ട് ഹാവ് ഫിസിക്കൽ പ്രസൻസ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി. ഈ ECOക്ക് ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല. അവരുടെ സർവീസ് അവിടെ ലഭ്യമാണ്, പക്ഷെ അവർക്ക് അവിടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പേഴ്സൺ ലാബിൾ ടു പേ ടാക്സ് ഈസ് ദ പേഴ്സൺ റെപ്രസെന്റിംഗ് ദി ECO. ആ ECOയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആ ലൊക്കാലിറ്റിയിൽ ആരാണോ ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവർക്കായിരിക്കും അതിനുള്ള ലാബിലിറ്റി വരിക. ഇനി ഇഫ് ദി ECO ഹാസ് നെയ്തർ ദ ഫിസിക്കൽ പ്രസൻസ് നോർ എനി റെപ്രസെന്റേറ്റീവ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. ECOക്ക് ആ ടാക്സബിൾ ടെറിട്ടറിയിൽ എന്തില്ല? ഫിസിക്കൽ പ്രസൻസും ഇല്ല, അവിടെ അങ്ങനെ റെപ്രസെന്റേറ്റീവും ഇല്ല എങ്കിൽ പേഴ്സൺ ലാബിൾ ടു പേ ടാക്സ് ഈസ് ദ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദി ECO ഫോർ ദ പർപ്പസ് ഓഫ് പേയിങ് ടാക്സ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെയാണോ ECO ചുമതലപ്പെടുത്തുന്നത് ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട് അയാൾക്കായിരിക്കും അത് ചെയ്യുന്നതിനുള്ള ടാക്സ് അടക്കുന്നതിനുള്ള ഉത്തരവാദിത്തം. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ GST പേയ്മെന്റ് പ്രോസസ് ആണ്. ഇതിൽ ആദ്യ ഭാഗത്ത് നിന്ന് കാണാം ആ നോർമൽ GST പേയ്മെന്റ് പ്രോസസ് വരുന്നു. ആദ്യം വരുന്നത് സപ്ലയർ ഓഫ് ഗുഡ്സ്. ഈ സപ്ലയർ ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ റിസീവർക്ക് കൊടുക്കുന്നു, സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ റിസീവർ തിരിച്ച് എന്ത് കൊടുക്കും? അതിൻ്റെ പ്രൈസും ഇവിടെ കാണാം. ഡോട്ടർ ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രൈസ് കൊടുക്കുന്നു സപ്ലയർക്ക്, അതോടൊപ്പം GSTയും കൊടുക്കും. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇൻക്ലൂഡിങ് അതിൻ്റെ GST ഉൾപ്പെടെയുള്ള പേയ്മെന്റ് ഈ റിസീവർ സപ്ലയർക്ക് കൊടുക്കുന്നു. എന്നിട്ട് സപ്ലയർ എന്ത് ചെയ്യും? ഈ GST അളവിൽ നിന്ന് കളക്ട് ചെയ്തല്ലോ, ഈ GST താഴെയായിട്ട് ടോട്ടൽ ലൈൻ കണ്ടോ, അതെവിടെയൊക്കെ പോകുന്നു? ഗവൺമെന്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്, നോർമൽ GST പ്രോസസ്സ്.
ഓക്കെ. ഇനി താഴത്തെ മറ്റൊരു ഡയഗ്രം നമുക്ക് കാണാൻ പറ്റും. ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ് ഇവിടെ ചെയ്യുന്നത്. സപ്ലയർ ഓഫ് ഗുഡ്സ് സർവീസസ്, സാധനങ്ങൾ സപ്ലയർ ആര് കൊടുക്കുന്നു? റിസീവർക്ക് സേവനങ്ങൾ നൽകുന്നു. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു, അയാൾ അതിന്റെ പ്രൈസ് കൊടുക്കുന്നു, റിസീവർ അതിന്റെ പ്രൈസ് കൊടുക്കുന്നു. എന്നിട്ട് ഈ റിസീവർ തന്നെയാണ് അതിന്റെ GST ഗവൺമെന്റിലേക്ക് അടക്കുന്നത്, അതിന്റെ ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കുന്നത് റിസീവർ ആണ്. അയാൾ അതിന്റെ ടാക്സ് ഇവിടെ സപ്ലയർക്ക് തിരികെ കൊടുക്കുന്നില്ല. ഓക്കെ, ഈ ഒരു രീതിയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഇതിന്റെ പേയ്മെന്റ് പ്രോസസ്സ് വരുന്നത്. പിന്നെ ഇതിലൊരു ടേം വരുന്നുണ്ട്, ചെറിയൊരു മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, റവന്യൂ ന്യൂട്രൽ റേറ്റ്. ഇപ്പൊ നമുക്കറിയാം GST ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതുവരെ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ വരുമാനത്തെ അത് ബാധിക്കൂലേ, വരുമാനം കുറയില്ലേ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷെ ഈ GST റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു മൊത്തത്തിൽ ഗവൺമെന്റിന്റെ ഗ്രോസ് റവന്യൂവിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു റേറ്റ് ആണ് നമ്മൾ GST റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയുള്ള റേറ്റിനാണ് നമ്മൾ റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയാം. മനസ്സിലായോ? ദ GST റേറ്റ് ഫിക്സഡ് ബൈ ദ ഗവൺമെന്റ് വിത്ത് ആൻ എയിം ഓഫ് കീപ്പിംഗ് ദ ഗ്രോസ് റവന്യൂ ഓഫ് ഗവൺമെന്റ് ദ സെയിം. ഗവൺമെന്റിന്റെ ഗ്രോസ് റവന്യൂ ഒരേപോലെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട്, അതായത് അതിൽ കാര്യമായ വ്യതിയാനമൊന്നും വരാത്ത രീതിയിൽ GST റേറ്റ് ഫിക്സ് ചെയ്യുന്ന അത്തരത്തിലുള്ള റേറ്റിനെയാണ് നമ്മൾ റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.